പ്രധാനം നരേന്ദ്രമോദി ഈ സഹകരണ മേഖലയിലെ അഴിമതിയെക്കുറിച്ച് തിരുവനന്തപുരത്ത് പറഞ്ഞ വാക്കുകളൊന്നും കേൾക്കാം. केरला में 300 से ज्यादा, मैं बहुत गंभीरता से बात बता रहा हूं, 300 से ज्यादा कोऑपरेटिव बैंक है और इनके पास केरला के गरीबों के, केरल के मध्यम वर्ग के लोगों के करीब करीब 1 लाख करोड़ रुपए जमा है. इन 300 बैंक में 1 लाख करोड़ रुपया आप लोगों का जमा है. सीपीएम के करप्शन की वजह से ये पैसा खतरे में पड़ा हुआ है. जिला सचिव के नाम पर 100 से ज्यादा प्रॉपर्टी खरीदी गई है. जब एक स्थान का ये हाल है तो हम बाकी केरला का अंदाज लगा सकते हैं. പ്രിയപ്പെട്ടവരെ, സിപിഎമ്മിന്റെ ഭരണത്തിലിരിക്കുന്ന ബാങ്കുകൾ നൂറുകണക്കിന് കോടി രൂപയാണ് അഴിമതിയിലൂടെ നടത്തുന്നത്. തൃശൂരിൽ മാത്രം 80ലധികം ബാങ്കുകളിലാണ് അഴിമതി നടത്തിയിട്ടുള്ളത്. തൃശൂരിലെ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ മാത്രം 100 കോടിയിലധികം രൂപയുടെ സ്വത്ത് അഴിമതിയിൽ കൂടി സമ്പാദിക്കപ്പെട്ടു എന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. ശ്രീധരനാഥ്, ഇതൊക്കെ ഈ കണക്കൊക്കെ എവിടെ നിന്നാണ്? ഈ 300 ബാങ്കിൽ നിന്നും 1 ലക്ഷം കോടി CPM കട്ടു എന്നൊക്കെ പറയുന്നത് ഏത് കണക്കാണ്? അതാരെവിടെ പറയുന്ന കണക്കാണ്? നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതി CPM ഭരിക്കുന്ന ബാങ്കുകളിൽ നടന്നിട്ടുണ്ട്. CPMന് വ്യാജ അക്കൗണ്ടുകളുണ്ട്. അതിലൂടെ കോടിക്കണക്കിന് രൂപ ഇടപാട് നടത്തിയിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറിയുടെ അറിവോടുകൂടിയാണ് ഇത് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. വെറുതെ തമാശയ്ക്ക് വിളിച്ചതല്ല അയാളെ. ഇല്ല സാർ, സ്പെസിഫിക്കായി പ്രധാനമന്ത്രി പറയുന്നതല്ലേ 300ലധികം ബാങ്കുകൾ കൂടി 1 ലക്ഷം കോടി രൂപ CPM അടിച്ചു മാറ്റി. അത് ഏത് കണക്കാണ്? പിന്നെന്താണ് പറഞ്ഞത്? അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കും. പിന്നെന്താണ് പറഞ്ഞത്? ഹിന്ദി അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കും. അങ്ങനെ ആ ട്രാൻസ്ലേറ്ററോട് പറയണം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. നിങ്ങൾ ചോദിക്കാൻ, ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കായിട്ട് നിർത്താണ്ട് സംസാരിക്കും. എന്നാൽ ഞാൻ മിണ്ടാതിരിക്കുക. എന്നാൽ നിങ്ങൾ സംസാരിച്ചോ. താങ്കൾ പറയൂ. അല്ല, ഹിന്ദി അറിയാൻ താങ്കൾ പറയൂ. എന്താണ് ഞാൻ പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കാരി ഇങ്ങനെ പറയല്ല. 300ലധികം ബാങ്കുകളിലായി 1 ലക്ഷത്തിലധികം കോടി രൂപ ഉണ്ട്. കേരളത്തിൽ 300ലധികം സഹകരണ ബാങ്കുകളിലായി 1 ലക്ഷത്തിലധികം കോടി രൂപയുണ്ട്. CPM ഭരിക്കുന്ന ബാങ്കുകളിൽ നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. സത്യമല്ലേ? വെറുതെ അയാളെ വിളിക്കുന്നത് ചോദ്യം ചെയ്യാൻ? തമാശയ്ക്ക് വിളിച്ച അയാളെ ഞങ്ങൾ രാഷ്ട്രീയ പക പോക്കാൻ ഒരു ജില്ലാ സെക്രട്ടറിനെ വിളിക്കുക? ഞങ്ങൾക്ക് രാഷ്ട്രീയ CPM ജില്ലാ സെക്രട്ടറി 100 കോടി എവിടെ നിന്ന് എടുത്തു എന്നാ പറയുന്നത്? CPM ജില്ലാ സെക്രട്ടറി 100 കോടിയുടെ സ്വത്ത് കണ്ടുകിട്ടിയോ? നിങ്ങളുടെ ട്രാൻസ്ലേറ്റർ പറഞ്ഞാണ് അവിടെ. കാത്തിരിക്കോ? അയാളൊന്നും ചെയ്തിട്ടില്ല, നിരപരാധിയാന്നുള്ള കേസ് നിങ്ങൾക്ക് ഉണ്ടോ? അല്ല, CPM ജില്ലാ സെക്രട്ടറി ഗുഡ് സർവീസ് കൊടുക്കുക. അല്ല, നിങ്ങൾ അയാൾക്ക് ഗുഡ് സർവീസ് കൊടുക്കുക. ഇല്ലല്ല, അങ്ങനെ വൈകാരികത പറഞ്ഞിട്ട് കൊട്ടത്താപ്പ് കണക്ക് പറഞ്ഞ് അങ്ങ് വൈകാരികമായി പേടിപ്പിച്ചിരുത്തി എന്തെങ്കിലും ഒരു കൊട്ടത്താപ്പ് കണക്കെന്ന് പറയുകയാണോ? CPM ജില്ലാ സെക്രട്ടറി 100 കോടി രൂപ CPM ജില്ലാ സെക്രട്ടറി പേരിൽ അഴിമതി ആരോപണമല്ലേ സാർ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു 100 കോടിയുടെ സ്വത്ത്, 100 കോടിയുടെ സ്വത്തിന്റെ കണക്കെവിടെയാണ്? 100 കോടി സ്വത്തിന്റെ കണക്കെവിടെയാണ്? ഏത് ED എവിടെ പറഞ്ഞു? ED ഒരു കുറ്റപത്രം കൊടുത്തോ? പേരുള്ള ആരോപണം കോടതി തെളിയിച്ചോളുന്നു. സാർ, ED ഒരു കുറ്റപത്രം കൊടുത്തോ? ED ഒരു കുറ്റപത്രം കൊടുത്തോ? ചോദ്യം നിങ്ങൾ പറയുന്ന സമയത്തൊന്നും കൊടുക്കാൻ കുറ്റപത്രം കൊടുത്തു. എന്റെ പൊന്നു ചേട്ടാ, കുറ്റപത്രം കൊടുത്തു. അതൊന്ന് മനസ്സിലാക്കിയിട്ട് വാ. അവര് വർഗീസിന്റെ പേരിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. വർഗീസിനെ നിരന്തരമായി ചോദ്യം ചെയ്യുന്നുണ്ട്. വർഗീസ് വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് അവർക്ക് കിട്ടിയ സംശയം. അവർ അന്വേഷണം നടത്തുന്നുണ്ട്. വെറുതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചോ? നിങ്ങളെ എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചോ? 100 കോടി ഏതെങ്കിലും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിനോ? എന്നെ വിളിപ്പിച്ചിനോ? അല്ല, 100 കോടി ജില്ലാ സെക്രട്ടറി അടിച്ചു മാറ്റി പറയാണ്. നോക്കട്ടെ. അല്ല, പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം പറയുന്നത്. കാത്തിരിക്കൂ. അല്ല, പ്രധാനമന്ത്രി പറഞ്ഞു പിന്നെയും കാത്തിരിക്കാൻ പറയണോ? പ്രധാനമന്ത്രി സാർ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നതാണത്. അരവിന്ദ് കേജ്രിവാള് പച്ചപ്പയ്യ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്തായി? എന്തായി? എന്തുകൊണ്ടാ? തെളിവിന്റെ കഴിഞ്ഞുണ്ടോ സാർ? തെളിവിന്റെ അരക്കഴിഞ്ഞുണ്ടോ? അരവിന്ദ് കേജ്രിവാൾ തെളിവിന്റെ അരക്കഴിഞ്ഞുണ്ടോ?
മനീഷ് സിസോദിയ ഏറ്റവും കൂടുതൽ കോടതി ചോദിച്ചു, തെളിവ് എവിടെയും ചോദിച്ചു. തരേണ്ട ആവശ്യമില്ല. ആകെ ഒരു മാപ്പുസാക്ഷിയുടെ വാക്ക്, നിങ്ങൾക്ക് പണം തന്ന മാപ്പുസാക്ഷിയുടെ വാക്ക്. മനീഷ് സിസോഡിയക്ക് ജാമ്യം കിട്ടിയോ? സാർ അത് PMLA കൊണ്ടാ സാർ. കഴിഞ്ഞ 2023 അത് കേസിന്റെ മെറിറ്റും ചുക്കും കൊണ്ടല്ല. 10-ാം തീയതി അറസ്റ്റിലായ കേസിന്റെ മെറിറ്റ് കൊണ്ടല്ല. മനീഷ് സിസോഡിയ മാർച്ച് മാസം 10-ാം തീയതി 2023 അറസ്റ്റിലായതാ. ജാമ്യം കിട്ടിയോ? ജാമ്യം കിട്ടിയോ? കിട്ടിയോ? എന്തുകൊണ്ടാ? എന്താ സുപ്രീം കോടതി പറഞ്ഞത്? എന്തുകൊണ്ടാ? അതന്നെ എക്സാക്ട്ലി എവിടെ തെളിവ് എവിടെ ചോദിച്ചു. ഏറ്റവും ഒടുവിൽ സിസോദിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴും നിങ്ങൾ ഈ പറയുന്ന കോടികളുടെ അഴിമതി എന്നല്ലാതെ പിടിച്ചെടുത്ത 10 രൂപയുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ED ബബ്ബ അടിച്ചു കോടതി. അത് നിങ്ങളോട് പറയാൻ സൗകര്യം. സഞ്ജയ് സിംഗിന് ജാമ്യം കിട്ടി, എന്തുകൊണ്ടാ? നിങ്ങളോട് പറയാൻ സൗകര്യമില്ല. സഞ്ജയ് സിംഗ് എംപിക്ക് ജാമ്യം കിട്ടി, എന്തുകൊണ്ടാ? സഞ്ജയ് സിംഗ് ഈസ് നോബഡി. സാർ മുഖ്യ സൂത്രധാരൻ എന്ന് പറഞ്ഞ ആളാ. മുഖ്യ സൂത്രധാരൻ എന്ന് പറഞ്ഞ ആളാ സഞ്ജയ് സിംഗ്. കോടതി ചോദിച്ചു തെളിവുണ്ടോ? കോടതി ചോദിച്ചു തെളിവുണ്ടോ? ED പറഞ്ഞു തെളിവില്ല. പിടിച്ചെടുത്ത പണമുണ്ടോ? ED പറഞ്ഞു തെളിവില്ല. കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നു, ഈ ജാമ്യ ഹർജി നിങ്ങൾ പിൻവലിക്കുന്നു. ED പറഞ്ഞു, സാർ ED പറഞ്ഞു ഞങ്ങൾ ജാമ്യത്തെ എതിർക്കുന്നില്ല, ജാമ്യം കിട്ടി. 5 പൈസയുടെ തെളിവില്ല സാറേ. വെറുതെ കിടന്ന് ബഹളം വെച്ചാ തെളിവുണ്ടാവോ? നിങ്ങൾ കാണട്ടെ. മനീഷ് സിസോഡിയനെ നിങ്ങൾ പോയി ജാമ്യത്തിലെടുക്കും, ഒന്ന് കാണട്ടെ. അതെന്ത് ബാലിശവാദം. നിങ്ങൾ ജാമ്യം വാങ്ങിക്കൊടുക്ക്, ഒന്ന് കാണട്ടെ. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞാൻ കുത്താവോ? ഞാനാണോ പോയി ജാമ്യം കൊടുക്കട്ടെ? എന്ത് വർത്താനോ അങ്ങ് കുറച്ച് മുതിർന്ന ആളല്ലേ, കുറച്ച് പക്വതയുള്ള രാഷ്ട്രീയ നേതാവല്ലേ. സെന്തിൽ ബാലാജിക്ക് ജാമ്യം കിട്ടിയോ? സെന്തിൽ ബാലാജി എന്തുകൊണ്ടാണ്? PMLA നിയമത്തിന്റെ കാഠിന്യം കൊണ്ടാണ്. ഒരിക്കൽ ഒഴിവാക്കപ്പെട്ട ബർഡൻ ഓഫ് പ്രൂഫ് എന്നുള്ള രണ്ടാമത് അതിൽ ആഡ് ചെയ്തത് കൊണ്ടാണ് കിട്ടാത്തത്, അല്ലാതെ കേസിന്റെ മെറിറ്റ് കൊണ്ടല്ല. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് 19 മാസം ജയിലിൽ കിടന്ന് ഈ നേതാക്കന്മാരെ ഒരു ജാമ്യം കിട്ടിയില്ല. 19 മാസം. അത് ശരിയായിരുന്നോ? 19 മാസം BJP നേതാക്കന്മാരടക്കം ജയിലിൽ കിടന്നു. അന്ന് ഒരാൾക്ക് ജാമ്യം കിട്ടിയില്ല. അടിയന്തരാവസ്ഥ കിട്ടിയോ? അല്ല, അടിയന്തരാവസ്ഥ കിട്ടിയോ? അത് നിങ്ങൾ കിടന്ന് ശരിയാണോ? ഒരു കരിനിയമം ഉപയോഗിച്ച് ആരെയിടാം? അതല്ല സർ. സഞ്ജയ് സിംഗിന് ഒന്ന് കേൾക്കൂ, അങ്ങ് കേൾക്കാമെങ്കിൽ കേൾക്കൂ. സഞ്ജയ് സിംഗ് ഈ ആം ആദ്മി പാർട്ടിയുടെ MP ആണ്. മുഖ്യ സൂത്രധാരൻ ഒരിക്കൽ പറഞ്ഞ ആളാണ്. കോടതി ചോദിച്ചു പിടിച്ചെടുത്ത പണം ഉണ്ടോ? കോടതി ചോദിച്ചു പിടിച്ചെടുത്ത പണം എവിടെ? കോടതി ചോദിച്ചു ഈ പറയുന്ന മാപ്പുസാക്ഷിയുടെ മൊഴി അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ജാമ്യം കിട്ടിയോ? അരവിന്ദാക്ഷന് ജാമ്യം കിട്ടിയോ? എന്തുകൊണ്ട് സർ? PMLA ആയോണ്ടാ പറയുന്നത്, അതാ പറയുന്നത്. സുപ്രീം കോടതി ഐശ്വരി. ഞാൻ ഒരു മിനിറ്റ്. സഞ്ജയ് സിംഗിനോട് ജാമ്യ ഹർജി പരിഗണിക്കവേ കോടതി ചോദിച്ചു നിങ്ങൾ ഈ പറയുന്ന കോടികളുടെ അഴിമതി എന്നല്ലാതെ പിടിച്ചെടുത്ത തുകയുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ സാർ. ഒന്ന് കേൾക്കൂ സാർ. സാർ ഇങ്ങ് അസ്വസ്ഥനാവല്ലേ? നാട്ടുകാർക്ക് വിതരണം ചെയ്ത പൈസയാണ്. എന്നാ കോടതി തെളിവ് കൊടുത്തൂടെ? ഒരു മാസവുമായി കോടതി തെളിവ് കൊടുത്തൂടെ? 23 മാർച്ച് മാസം 10-ാം തീയതി കോടതി തെളിവ് കൊടുത്തൂടെ? ജയിലിൽ പോയത് 1 കൊല്ലവും 10 മാസമായി. 1 കൊല്ലവും 10 മാസമായി മനീഷ് സിസോഡിയ ജയിലിൽ കിടക്കുന്നു. ശരി, ഒരു മിനിറ്റ് പറയാം. ഞാൻ പറയുന്നത് 1 മിനിറ്റ് ഇല്ല. അതിന്റെ മറുപടി ഞാൻ പറയുന്നത്. 1 മിനിറ്റ് വേണ്ട. 1 മിനിറ്റ്. അതിന്റെ മറുപടി ഞാൻ പറയുന്നത്. സാർ അതിന്റെ മറുപടി ഞാൻ പറയുന്നത്. അതിന്റെ മറുപടി ഞാൻ പറയുകയാണ്. അങ്ങക്ക് മറുപടി കേൾക്കാൻ ഭയമില്ലെങ്കിലും മിണ്ടാതിരിക്കോ? എന്തുകൊണ്ട് ജാമ്യം കിട്ടിയില്ല? അങ്ങക്ക് മറുപടി കേൾക്കാനുള്ള ഉത്തരം പറയും. അത് ഞാൻ പറയാം. മനീഷ് സിസോഡിയന്റെ ഉത്തരം പറഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. സഞ്ജയ് സിംഗ് MP ഞാൻ അതിലേക്കാ വരുന്നത്. കേൾക്ക് സാറേ. കേൾക്ക് സാറേ. എല്ലാം മദ്യന അഴിമതിയല്ലേ? താങ്കൾ പേടിക്കല്ലേ? ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു വക്കീലായ താങ്കൾ ഇങ്ങനെ പേടിക്കാവോ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി മനീഷ് സിസോഡിയാണ്. സാർ ഒരു വക്കീലായ അങ്ങിങ്ങനെ പേടിക്കാൻ കേൾക്ക്. മനീഷ് സിസോഡിയ ഒരു വക്കീലായ അങ്ങിങ്ങനെ പേടിക്കല്ലേ? എന്നെ കേൾക്ക്. മനീഷ് സിസോഡിയക്ക് 1 കൊല്ലവും 1 മാസമായി 13 മാസമായി ജാമ്യം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? ഏറ്റവും ഒടുവിൽ ഞാൻ പറയാം PMLA നിയമമായതുകൊണ്ടാണ് സാർ. PMLA വകുപ്പായതുകൊണ്ടാണ് സാർ. PMLA വകുപ്പായതുകൊണ്ട് ഒന്ന് കേൾക്കൂ സാറേ, ഒന്ന് കേൾക്കൂ.
കുറ്റം ഒന്ന് നിയമത്തിന്. കേൾക്കൂ. ഇപ്പൊ കുറ്റം താങ്കൾ നിയമത്തിനായി. പൊളിയുമെന്നുള്ളതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ നിരന്തരം ഉരുളണ്ട, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉരുളണ്ട, താങ്കൾ ഉരുളണ്ട, പൊളിയുമെന്നതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉരുളണ്ട, കോടതി ചോദിച്ചു ഉരുളണ്ട, സഞ്ജയ് സിംഗിന്റെ കാര്യത്തിൽ ഉരുളണ്ട. തെളിവിന്റെ കണിശമുണ്ടോ? ഉരുളണ്ട, താങ്കൾക്ക് മറുപടി പറയാം. സാർ ഉരുളുന്ന നിങ്ങളാ, ഒരാൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീപത്മനാഭ ഉരുളുന്ന നിങ്ങളാ, സത്യസന്ധമായി ബാക്കിയുള്ളവർ ശ്രീപത്മനാഭ ഉരുളുന്ന നിങ്ങളാ. ആ സിആർ ആരാ ഉരുണ്ടേ? അല്ല, ഒരു ഒറ്റ വാചകം, ഒരു വാചകം. ഒരു മിനിറ്റ് സാർ, സാർ പ്ലീസ്. ഒരു മിനിറ്റ് പത്മനാഭൻജി. 19 പത്മനാഭൻജി കേൾക്കാൻ നിങ്ങൾ മോഡിയുടെ പോലെയാണോ? മൻ കി ബാത്ത് ആണോ? ഒന്ന് കേൾക്കൂ മൻ കി ബാത്ത് പരിപാടിയാണോ? കേൾക്കൂ. ചോദിക്കാനുണ്ട്, അദ്ദേഹം പറഞ്ഞ മാത്രം കേൾക്കാനാണോ? ചൊണയുണ്ടോ അമേഠിയിൽ മത്സരിക്കാൻ? ഞാൻ പറയാം, എന്റെ ഒരു ചോദ്യമുണ്ട്. അല്ല, ഗോൾ പോസ്റ്റ് മാറില്ല, നിക്ക് അല്ല, ഗോൾ പോസ്റ്റ് മാറില്ല, നിക്ക് അവിടെ നിക്ക്, ഈടി അവിടെ നിക്ക്. നൗഷാദ് അലി സാർ ഗോൾ പോസ്റ്റ് മാറില്ലേ? ബിജെപി ഭരണം മോശമാണെന്ന് പറഞ്ഞല്ലോ നൗഷാദ് അലി. ചൊണയുണ്ടോ അമേഠിയിൽ മത്സരിക്കാൻ? ശരി. അല്ല, അതൊക്കെ പറയാം. ഞാൻ പറഞ്ഞൊരു ചോദ്യം, അമേഠിയിൽ മത്സരിക്കാൻ എനിക്ക് കോൺഗ്രസിനോടാണ് ചോദിക്കാനുള്ളത്. അല്ല, അതൊക്കെ നിങ്ങൾ വേറെ വിഷയം വരില്ലേ? ഞാൻ ഒരേ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഓക്കെ. മോശമാണെങ്കിൽ ചൊണയുണ്ടോ? ഞാൻ ചോദിക്കാം. ചോദിക്കാം. ശ്രീ പത്മനാഭൻജി, 19 നിങ്ങൾ നമ്മൾ പറഞ്ഞ കേക്ക്, നിങ്ങൾ തന്നെ എത്ര നേരം പറഞ്ഞിരിക്കുക മത്സരിക്കാൻ ചൊണയുണ്ടോ? 19 മാസം. സാർ താങ്കൾ ഇതോട് നീലകണ്ഠനോടൊന്നും ഒന്നും പറയാനില്ല. ചോദിക്കാം സാർ, താങ്കൾ ഇതോട് അത് 19 തവണ ചോദിക്കുന്നത്. ഈ ഇലക്ഷൻ ഒരു പാർട്ടി അല്ല അയാള്. അല്ല, സാർ, അങ്ങ് നടന്നു സാർ. മാത്രമൊന്നുമല്ല ഇലക്ഷൻ, അങ്ങ് നടന്നു. എല്ലാവർക്കും ഉണ്ട്. ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെ അസ്വസ്ഥനാവില്ലേ ഇങ്ങനെയല്ല പറയണ്ടേ സാർ? ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെ അസ്വസ്ഥനാവില്ലേ? ചോദിക്കാം നമുക്ക്. ആദ്യം ഈ സഞ്ജയ് സിംഗിന്റെ കാര്യത്തിൽ സിസോദരത്തിൽ തീരുമാനം ഉണ്ടാവട്ടെ. തീരുമാനമാകട്ടെ, നമുക്ക് പോവാം. ചോദിക്കാം. പറഞ്ഞു. ഒരു ചോദ്യം. 19 മാസം അടൽ ബിഹാരി വാജ്പേയി അദാനി അടക്കം ജയിലിൽ കിടന്നു, അടിയന്തരാവസ്ഥ. 19 മാസം. അല്ല, അന്ന് നിയമം ഉണ്ടായില്ലേ? ആ നിയമത്തിന്റെ കുഴപ്പമാണ്. ഞാൻ പറയുന്നു, 19 മാസം ജയിലിൽ കിടന്നു. വല്ല കുറ്റം ചെയ്തിട്ടാണോ? അല്ല. അപ്പൊ അദ്വാനി വാജ്പേയി അടക്കം ജയിലിൽ കിടന്നു. അന്ന് നിങ്ങൾ പറഞ്ഞു അന്ന് നിയമപ്രശ്നമാണ്. പരസ്യമായി പറഞ്ഞു ഞാനാ കൊണ്ടുവന്നു. അല്ലേ പറഞ്ഞില്ലേ? ശശി തരൂർ പരസ്യമായി പറഞ്ഞില്ലേ നിങ്ങൾ ഇയാൾക്ക് ഈ ചർച്ച കൊളാക്കണം. അതന്നെ ഉത്തരവില്ല. സഞ്ജയ് സിംഗിന് ഉത്തരവില്ല, അതാണ് പ്രശ്നം. സഞ്ജയ് സിംഗിന് ഉത്തരവില്ല. പത്മനാഭൻ സാറിന്റെ പ്രശ്നം സഞ്ജയ് സിംഗിന് ഉത്തരവില്ല. ഇലക്ട്രൽ ബോണ്ട് വരും, ചർച്ച അലമ്പാക്കണം, അതാ ഉദ്ദേശം. ഞാൻ അതാ പറയുന്നേ. താങ്കൾക്ക് ധൈര്യമുണ്ടോ കേൾക്കാൻ? വക്കീൽ സാറേ, താങ്കൾക്ക് ധൈര്യമുണ്ടോ കേൾക്കാൻ? അങ്ങക്ക് ധൈര്യമുണ്ടോ കേൾക്കാൻ? നൗഷാദിലോട്ട് പോകണം. എന്റെ മറുപടി കേൾക്കാൻ അങ്ങക്ക് ധൈര്യമുണ്ടോ? അതാ ചോദിക്കുന്നത്. എന്നാൽ 2 മിനിറ്റ് മിണ്ടായിരുന്നാൽ അങ്ങേക്ക് 2 മിനിറ്റ് മിണ്ടാതിരുന്നാൽ താങ്കളുടെ സംശയ ദൂരീകരണം നടത്തിയ മറുപടി തരാം. താങ്കൾ മിണ്ടാതിരിക്കില്ല. കാര്യം എന്താണ്? രാഹുൽ ഗാന്ധിക്ക് ഓക്കെ. അങ്ങനെ പറയല്ലേ? ശരി, ഓക്കെ. പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ? ശരി, ഞാൻ തിരികെ മോഡിയുടെ ശിഷ്യനാണ് അദ്ദേഹം. ശരി, ഓക്കെ. ബിജെപി കൊണ്ടുവന്ന അഡാനിനെ വിഴിഞ്ഞത്ത് അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ബിജെപി കൊണ്ടുവന്ന അന്ന് വിഴിഞ്ഞത്ത് പോയി വിട്ടോ. നേരായി അഡാനി എന്ന് പറയും. ശരി, ഞാൻ തിരികെ എത്താം സാർ.